الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ദുനിയാവിലെ സൗഭാഗ്യമായിട്ട് 4 കാര്യങ്ങൾ എണ്ണി പഠിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൽ മർഅത്തു സാലിഹ, സ്വാലിഹത്തായ ഒരു ഇണ, ഒരു ഭാര്യ അവനുണ്ടായിരിക്കുക. വൽ മസ്കനുൽ വാസിഅ, താമസിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് അവനുണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം വൽ ജാറു സാലിഹ്, ഒരു നല്ല ഒരു അയൽവാസി ഉണ്ടായിരിക്കുക. നാലാമത്തെ കാര്യം വൽ മർകബുൽ ഹനീർ, സഞ്ചരിക്കാൻ ഒരു വാഹനം, കുഴപ്പങ്ങളില്ലാത്തൊരു വാഹനം ഉണ്ടായിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യങ്ങൾ 4 സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു വിഷയമാണ് ഒരു സ്വാലിഹത്തായ ഒരു ഇണയുണ്ടായിരിക്കുക എന്നുള്ളത്. അതിൽ നമ്മളും നമ്മുടെ സഹോദരിമാരും അറിയേണ്ടുന്ന വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് ഭാര്യ ഭർത്താക്കന്മാരാണ്. കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് അവർ എത്രമാത്രം നല്ലവരാണോ അതിനനുസരിച്ച് അതിൽ നിന്ന് നല്ല നല്ല ഫലങ്ങൾ കിട്ടും. എത്രമാത്രം ദുഷിച്ചവരാണോ അതിന്റെ കോട്ടങ്ങളും പരിക്കുകളും ആ കുടുംബത്തിലും അതിന്റെ പരിസരങ്ങളിലും ഉണ്ടാകും. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചു ആരാണ് ഒരു നല്ല ഭാര്യ. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിഖൈരിൻ മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സമ്പാദ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അൽ മർഅത്തു സാലിഹ, ഒരു സൽവൃദ്ധയായ ഭാര്യയെ നേടുക എന്ന് പറയുന്നതാണ് ഹദീസിന്റെ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു നല്ലൊരു നിധി സമ്പാദിക്കുന്നതിന് തുല്യമാണ്.
എന്നിട്ട് ഗുണഗണങ്ങൾ പറഞ്ഞു. ഇതാ നളറ ഇലൈഹ സർറത്തുഹു, അവിടെ നിനക്ക് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം തോന്നും. വൈദാ അമറഹ അതാഅതുഹു, നീ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. വൈദാ ഗാബ അൻഹാ ഹഫിളതുഹു, നിന്റെ അഭാവത്തിൽ പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ടതൊക്കെയും അവള് അത് ഭദ്രമാക്കി വെക്കും. ഒരു നല്ലൊരു പെണ്ണിന്റെ ക്വാളിറ്റിയാണ്, ഒരു ഭാര്യയുടെ ക്വാളിറ്റിയാണ് പ്രവാചകൻ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു സൽവൃത്തിയായ ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. എങ്ങനെ? ഇതാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം നമസ്കരിക്കുന്ന ഒരു സ്ത്രീ, വസാമത്തു ശഹ്റഹ, റമളാനിൽ നോമ്പെടുക്കുന്ന സ്ത്രീ, വഹസുനത്ത് ഫർജഹ, ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്ന പെണ്ണ്, വഅതാഅതു സൗജഹ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു സ്ത്രീ, അവളോട് ഖിയാമത്ത് നാളിൽ പറയും ഉദ്ഖുലിയൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. മിൻ അലി അബ്വാബിൽ ജന്നത്തി ശിർക, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിലൂടെ എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഗുണങ്ങളുള്ള സ്ത്രീയോട് അള്ളാഹു പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ കയറാമെന്ന് അള്ളാഹു അവളോട് പറയും എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു സ്വാലിഹത്തായ ഒരു ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഒരു ഭർത്താവിനോട് നന്നായിട്ട് പെരുമാറണം എന്ന് പറയുമ്പോൾ ഒരു ചരിത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടാകെ പേടിച്ചരണ്ടു. ഇതുവരെ അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. പ്രവാചകനെ ഒന്ന് 3 തവണ ചേർത്ത് പിടിച്ചു. ആ വെപ്രാളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ മുമ്പുള്ള ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിച്ചിരിക്കുകയാണ്. ഭക്ഷണവുമായിട്ട് ഒരു പാത്രത്തിൽ ഭക്ഷണവുമായിട്ട് ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്കും ഖദീജ റളിയല്ലാഹു അൻഹ. അതിനുശേഷമുള്ള വർത്തമാനമാണ് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമയെ കണ്ടു പേടിച്ചു. എന്നിട്ട് ഓടി ചെല്ലുന്നത് എങ്ങനെയാണ്? നമുക്ക് ചരിത്രത്തിന്റെ ബാക്കി അറിയാം. സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടും. മഹലി എന്താ ചെയ്തത്? സ്വന്തം ഭർത്താവിനെ അണച്ചു ചേർത്തു, പുതപ്പിട്ട് മൂടി ആശ്വസിപ്പിച്ചു. ഒന്നും മിണ്ടിയില്ല അല്പനേരം. എന്നിട്ടോ എല്ലാം ഒരു പരിഭ്രമെല്ലാം നീങ്ങിയപ്പോഴാണ് ചോദിച്ചത്, എന്താ സംഭവിച്ചത്? എന്നിട്ട് മഹദി എന്താ ചെയ്തത്? ഇതിനു മുമ്പ് ആർക്കും അങ്ങനെയുള്ള ഒരു വിവരമില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടവരാരുമില്ല. എന്നാൽ തന്റെ കുടുംബത്തിലെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മതവുമായി ഇങ്ങനെയൊക്കെ പറ്റി വിവരമുള്ള ഒരാളുടെ അടുക്കലേക്ക് കൊണ്ടുപോവാൻ. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എന്താ ഇതിൽ നിന്ന് കിട്ടുന്ന ചരിത്രം? ഒരു പ്രയാസമുണ്ടായപ്പോ ആദ്യമായി ഓർത്തത് സ്വന്തം ഭാര്യയെയാണ്. ആ രൂപത്തിലേക്ക് ഭാര്യമാർ മാറണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതു രംഗത്തും ഭർത്താവിന് സഹായിയായിട്ടാണ് ഭാര്യമാരെ അള്ളാഹുവിന്റെ ദീന് കാണിച്ചു തരുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅതൻ, അള്ളാഹു ഒരു പെണ്ണിന് അനുഗ്രഹം കൊടുക്കട്ടെ, ഒരു ഭാര്യക്ക് അനുഗ്രഹം കൊടുക്കട്ടെ. ഖാമത്തു മിനല്ലേ, അവള് സുബ്ഹിന്റെ മുമ്പ് അവള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഫസല്ലത്ത്, എന്നിട്ട് അവള് നമസ്കരിച്ചു. വഅയ്ഖലതു സൗജഹ, സ്വന്തം പ്രിയതമനെ തട്ടി ഉണർത്തി. എന്നിട്ടോ നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനത്തെ ഒരു ഈണ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, അങ്ങനെയുള്ള പെണ്ണിന് റഹ്മത്തുണ്ടാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയുള്ള ഒരു പെണ്ണിന് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ. എന്താ സ്ത്രീ ചെയ്തത്? ആ സ്ത്രീ ചെയ്തത് ഇതാണ്, സ്വന്തം ഭർത്താവിന് ദീനിൽ ഒരു സഹായിയായിട്ട് മാറി എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു നിധിയല്ലേ? ദുനിയാവിലൊരു മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നിധിയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ. മാത്രമല്ല, സ്ത്രീകളോട് പറഞ്ഞു, ഒരു ഉത്തമയായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഭർത്താവിന്റെ അനുവാദം വാങ്ങിയിട്ടേ നിങ്ങൾ പുറത്തേക്ക് പോകാവൂ.
മാത്രമല്ല എന്തിനേറെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന പള്ളിയിലേക്ക് വരെ ഭർത്താവിന്റെ അനുമതി വേണം. അത് മാത്രമല്ല ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാര് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ വേണ്ടി അനുവാദം ചോദിച്ചല്ല തന്നവു ഇമാ അല്ലാഹി മസാജിദ് അള്ളാഹുവിന്റെ അടിയാത്തികളെ പള്ളിയെ തൊട്ട് നിങ്ങൾ വിലക്കരുത് കേട്ടോ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇത്തരത്തിലുള്ള ഉമ്മമാര് നമ്മുടെ വീട്ടിലേക്ക് വരണം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സംതൃപ്തിപ്പെടുത്തണം. ഭക്ഷണം നമുക്ക് ഹോട്ടലുകളിൽ നിന്ന് കിട്ടും, ഏത് രുചികരമായ ഭക്ഷണവും കിട്ടും. നമ്മുടെ സഹോദരിമാരുടെ പെങ്ങന്മാരുടെ വീട്ടിൽ പോയാൽ കിട്ടും, ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയാൽ കിട്ടും, അനുജന്റെ വീട്ടിൽ പോയാൽ കിട്ടും, ഉമ്മയുടെ അടുത്ത് പോയാൽ കിട്ടും. പക്ഷേ ശാരീരികമായ ആവശ്യങ്ങൾ അത് നമ്മുടെ ഭാര്യയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിന് പ്രത്യേകമായി ഭാര്യമാരോട് പറഞ്ഞു, വിരിപ്പിലേക്ക് ഭർത്താവ് ക്ഷണിച്ചാൽ ഒരിക്കലും നിങ്ങൾ വിസമ്മതം കാണിക്കരുത്. നേരം വെളുക്കുവോളം അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ ശാപം നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അതെന്താണ്? ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഭർത്താക്കന്മാരെ കാണുമ്പോൾ പരാതിയും പരിഭവങ്ങളും മാത്രമാണ് അവർക്ക് അവതരിപ്പിക്കാനുണ്ടാവുക. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി, ഒരു ഭാര്യയെ കണ്ടാൽ ഭർത്താവിന് സന്തോഷം തോന്നണം. ആ ഒരു രൂപത്തിലേക്ക്, എന്നാൽ ഇതൊന്നും പറഞ്ഞുകൂടാ എന്നതല്ല, അതൊക്കെ പൂർത്തിയാക്കി തരേണ്ടുന്ന ആള് ഭർത്താവ് തന്നെയാണ്. പക്ഷെ അതല്ല നമ്മുടെ മുൻപന്തിയിൽ വേണ്ടത്. നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും ചില വീടുകളിലൊക്കെ കാണാൻ കഴിയും, ഭർത്താവിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഭാര്യമാർ. വളരെ ഖേദകരമാണ്. ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങളിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. ഭർത്താവ് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പല അവസ്ഥകളും ഉണ്ടാകാം. ആ സമയത്ത് ഭർത്താവിനെ കവച്ചു വെക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഉമ്മമാരുടെ ശബ്ദങ്ങൾ അതൊരിക്കലും നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഒരു ഭാര്യ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു കാര്യം, സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക ഒരിക്കലും പാടില്ല. നമ്മുടെ ഭർത്താവിനെ മറ്റുള്ള ഒരു കുടുംബത്തിലെ കുടുംബനാഥനുമായിട്ട് താരതമ്യം നടത്തുക ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയും, സഹാബ വനിതകളെ, നരകം എനിക്ക് മുമ്പിൽ കാണിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടത് സ്ത്രീകളെ. സഹാബ വനിതകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അതിന്റെ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വ്യക്തമാക്കി കൊടുത്തു. നിങ്ങൾ എന്തു ചെയ്യുന്നു? ശാപങ്ങൾ അധികരിപ്പിക്കും. നിങ്ങളുടെ നാവുകളിൽ നിന്ന് ധാരാളം ശാപവാക്കുകൾ വരുന്നു. പിന്നീട് കാരണം പറഞ്ഞത് എന്താണ്? യുക്ഫിർനൽ അശീർ, കുടുംബ ബന്ധങ്ങളെ തെറ്റിക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ. വളരെ ഗൗരവമായിട്ട് പല വാക്കുകളും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തമാശയായിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം സന്തോഷം എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിലുള്ള വാക്കുകൾ, ഇതും ഇതിലപ്പുറവും നമ്മുടെ സഹോദരിമാരുടെ നാവിലൂടെ വരാറുണ്ട് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും അത് സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ, അത് സമാഹരിക്കാനുള്ള ഇടമാണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഭർത്താവിന്റെ അതിനെ ക്രൂശിക്കാൻ വേണ്ടി കിട്ടുന്ന രൂപത്തിലേക്ക് കുടുംബത്തിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക, മക്കളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഉപ്പയില്ലേ, കഴിഞ്ഞു. ആ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടെങ്കിലും ഒരു അദബില്ല, ഇസ്ലാമികമായ അദബ് ഉമ്മ നേടിയിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. സ്വന്തം ഭർത്താവിനെ മറ്റൊരാൾക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി, വില കുറച്ചു കാണാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, കുടുംബം എന്ന് പറയുന്നത് അതൊരു ഇമ്പം ഉണ്ടാക്കുന്ന ഇടമാണ്. അതിന്റെ ഇമ്പങ്ങളെ തകർത്തു കളയുന്ന രൂപങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചത്
ഓരോ ഭാര്യമാരും ഓരോ കുടുംബിനികളും നിർബന്ധമായും അറിയേണ്ടുന്ന പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. അത് പഠിച്ചു മനസ്സിലാക്കുക, ജീവിതത്തിൽ പുലർത്തുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് കുടുംബത്തിന്റെ ഒരു ഭാഗത്തെ കുറിച്ചാണ്. അത് പൂർത്തിയാകണമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ വശത്തെ കുറിച്ച് കൂടി പറയണം, അഥവാ നമ്മളെ കുറിച്ച് പറയണം. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇസ്ലാമിന് അതിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിൽ പ്രഥമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, കുടുംബത്തോടുള്ള ഞങ്ങളുടെ ബാധ്യത എന്താണ്? സഹാബത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കും. നീ അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ധരിക്കാനുള്ളത് നിങ്ങൾ കൊടുക്കണം, അവരെ നിങ്ങൾ മുഖത്തടിക്കരുത്, വീട്ടിലല്ലാതെ നിങ്ങൾ പിണങ്ങി നിൽക്കാൻ പാടില്ല. ഓരോന്നും മണിക്കൂറുകളെടുത്ത് നമ്മൾ വിശദീകരിക്കേണ്ടുന്ന അനുബന്ധമായ ആയത്തുകൾ ചേർത്ത് വിശദീകരിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. സമയക്കുറവുകൊണ്ടത് പറയുന്നില്ല. ഒരു ഭർത്താവ് മിനിമം എന്തായിരിക്കണം എന്നുള്ളതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞു പോയത്. നീ കഴിക്കുന്നോ, അവൾക്കും കഴിക്കാൻ കൊടുക്കണം. നീ ഉടുക്കുന്നോ, അവൾക്കും ഉടുക്കാൻ കൊടുക്കണം. അവർ നീ എന്ത് ചെയ്ത് മുഖത്തടിക്കരുത്, വീട്ടിലല്ലാതെ പിണങ്ങി നിൽക്കാൻ പാടില്ല. ഇതിനോളം കിടപിടിക്കുന്ന ഏതൊരു ആദർശമാണ് ജീവിതത്തിലുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി. ഇസ്ലാം എല്ലാ രംഗത്തും മികച്ചു നിൽക്കുന്നത് അത് ആകാശലോക സമാവിയാണ്. അത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്കുകളല്ല. അതിന്റെ ഒരറ്റം റഹ്മാനായ റബ്ബിങ്കലാണ്. നമുക്ക് തെറ്റുപറ്റാം, പക്ഷെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അത് കാലാതിവർത്തിയായി അതെന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ മാന്യത കാണിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാരോടാണ്. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകളായിട്ടുള്ള ഒരാളെ ഒരു 4 ചുമരുകൾക്കുള്ളിൽ എന്തും ചെയ്യാനുള്ള അധികാരം കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരാളെ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ അയാളെ തല്ലുകയോ കുത്തുകയോ ചെയ്യുന്നവനാണോ മാന്യൻ? നമ്മൾ അങ്ങനത്തെ ഒരു ശൈലിയിൽ ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്മലുൽ മുഅ്മിനീന ഈമാന, ഈമാൻ തികഞ്ഞവൻ, അതാണ് ആ പദത്തിന്റെ അർത്ഥം. ഈമാൻ പൂർത്തിയായ ആള് അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്. വഖിയാറുകും ഖിയാറുകും ലിനിസാഇഹിം, നിങ്ങളിൽ മാന്യനായ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോട് മാന്യനായി പെരുമാറുന്നവനാണ്. അവളെ എന്തു ചെയ്യാം, ആരും ചോദിക്കൂല, സാധുവൻ, എന്തു പറഞ്ഞാലും എന്തു വിളിച്ചാലും അതങ്ങനെ ഇരുന്ന് കരയുള്ളൂ. അങ്ങനെയുള്ള ഒരാളോട് മാന്യമായി വർത്തിക്കുന്നവനാണ് ഈമാൻ തികഞ്ഞവൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചക ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളുണ്ട്. നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹദീസിലെ ചോദ്യം നിങ്ങളുടെ മുമ്പാകെ എന്റെ മനസ്സിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. എന്താണെന്നറിയോ? ആയിഷ ഉമ്മയുമായിട്ടുള്ള ഒരു ദാമ്പത്യ സംഭാഷണമാണ്. എന്താ സംഭാഷണം? ഓ ആയിഷ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ആയിഷ, നീ എന്നെ കുറിച്ച് സംതൃപ്തിപ്പെടുന്ന സമയവും സന്തോഷപ്പെടുന്ന സമയവും അതേപോലെ തന്നെ നിനക്ക് എന്നോട് വെറുപ്പുണ്ടാകുന്ന അസംതൃപ്തി ഉണ്ടാകുന്ന സമയം എനിക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ ഭാര്യമാരുടെ രഹസ്യമായ കാര്യങ്ങൾ എത്രത്തോളം നമുക്കറിയാം എന്നുള്ളതൊന്നും നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചോദിക്കുക. ആയിഷമ്മയോട് പറയാം, ആയിഷ, നീ എന്നെ കുറിച്ച് നല്ല ഒരു ഗംഭീരമായി നിൽക്കുന്ന സമയവും അസംതൃപ്തമായി നിൽക്കുന്ന സമയവും എനിക്കറിയാം. അപ്പൊ ആയിഷമ്മക്ക് അത്ഭുതമായി. ആയിഷമ്മ ചോദിച്ചു, മിനായിനെ താരിഫുകാരി, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കത് എങ്ങനെ അറിയാം? പ്രവാചകന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ആ ഒരു സൂക്ഷ്മ തലസ്പർശിയായിട്ടുള്ള ഒരു വാക്കാണ് പ്രവാചകൻ പറഞ്ഞത്. അമായിദാ കുൻത അന്നി റാദിയ ഫഇന്നക തഖൂലി ലാ വറബ്ബി മുഹമ്മദ്, നീ എന്നെ കുറിച്ച് സംതൃപ്തമായി നിൽക്കുന്ന സമയത്ത് ധാരാളമായി നീ പറയും, മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ വഇദാ കുൻതി അലൈയ ഗളബി, ആയിഷ, നിനക്ക്
എന്റെ മേൽ അസംതൃപ്തി ഉണ്ടാകുന്ന സമയത്ത് നീ എന്താ പറയാന്നറിയോ? ലാ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നാണ് പറയുക. സ്വന്തം ഭാര്യയുടെ വാക്കുകളിൽ പോലും തൃപ്തിയും അതൃപ്തിയും കണ്ടെത്തുന്ന പ്രവാചകൻ. അതൊരു ഇഴചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നാലാമത്തെ ഒരു കാര്യം, ഒരിക്കലും കിടപ്പറയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കിടപ്പറയിലല്ലാതെ നമ്മൾ പിണങ്ങിക്കഴിയരുത്. അതേപോലെ തന്നെ കിടപ്പറ വിട്ട് കിടക്കുകയും നമ്മൾ ചെയ്യരുത്. വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മ പറയാണ്, കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മദീനത്തെ മിമ്പറിലെ ഖാദിയാണ്, ഇവിടുത്തെ ഖതീബാണ്, മിഹ്റാബിലെ ഇമാമാണ്, നാനാഭാഗത്തു നിന്നും ഇസ്ലാം പഠിക്കാൻ വരുന്നവർക്കുള്ള അധ്യാപകനാണ്. തിരക്കൊഴിഞ്ഞിട്ടില്ല ആ ജീവിതം. എന്നാലോ പ്രവാചകൻ വീട്ടിൽ പാത്രം കഴുകും, മാവ് കുഴക്കും, ചെരുപ്പ് നന്നാക്കും, വസ്ത്രം കഴുകും. ആലോചിക്കാൻ കഴിയും? ഇത്രയും തിരക്കുണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും. വീട്ടിൽ അങ്ങനത്തെ ഒരു മാതൃക നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ കൽപ്പിക്കുന്നവരല്ല, പിന്നെയോ നമ്മൾ അവരുടെ ഇണയാണ്, പകുത്തു നിൽക്കുന്നവരാണ് എന്നൊരു ബോധം. ആ ഒരു ബോധത്തിലേക്കാണ് ഈ ഹദീസ് നമ്മളെ വെളിച്ചം വീശുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, അവളെ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ അവൾക്ക് അനുവദിച്ചു കൊടുക്കണം. എന്ത് സന്തോഷമായിരിക്കും ആ ജീവിതം എന്നറിയും. അതിൽ ഒറ്റ ഷർത്ത് മാത്രമേ നമ്മൾ വെക്കേണ്ടതേ ഉള്ളൂ. ഒരാളെ കുറിച്ച് എന്ത് ചെയ്യരുത്? കുറ്റം പറയരുത്. എന്ത് സുന്ദരമായിരിക്കും എല്ലാ ദിവസവും അവളെ കേൾക്കാൻ നമ്മുടെ മൊബൈലുകളൊക്കെ ഓഫാക്കിയിട്ടുള്ള ഒരു സമയം, പൂർണ്ണമായിട്ടും കാതുകൾ അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമയം നമ്മൾ നീക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും അവളെ പ്രശംസിക്കണം. പ്രിയപ്പെട്ടവർ, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി, നമുക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മളുടെ ആ സമയത്തുണ്ടാകുന്ന ഒരു കിബിർ നമ്മൾ ആലോചിച്ചു നോക്കൂ. ആ ഒരു ഭക്ഷണത്തെ പുകഴ്ത്തിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും എന്നറിയും. നല്ലൊരു വസ്ത്രം ധരിച്ചു വന്നാൽ, അതല്ലെങ്കിൽ നല്ലൊരു പണി ചെയ്ത് കണ്ടാൽ, അല്ലെങ്കിൽ നല്ലൊരു വേറെന്തെങ്കിലും രൂപത്തിൽ ഒരു സംഗതി കണ്ടാൽ അവളെ പ്രശംസിക്കാൻ നമ്മൾ ഒരിക്കലും അതിൽ പിശുക്ക് കാണിക്കരുത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്താ കാര്യം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി, അവരെയാണല്ലോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്. അവർ രോഗിയായിരുന്നു. ഒരു മഹത്തായ ഒരു യുദ്ധത്തിന്റെ വേളയിൽ പോലും ഉസ്മാൻ, അങ്ങ് വരരുത്, അങ്ങ് യുദ്ധത്തിന്റെ കൂടെ വരരുത്, പക്ഷേ ഈ യുദ്ധത്തിന് വരുന്ന എല്ലാ നന്മകളുടെ കൂലിയും താങ്കൾക്കുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രോഗിയായി കിടക്കുന്ന, പനി ബാധിച്ചു കിടക്കുന്ന ഭാര്യയുടെ, ഇന്ന് ഞാൻ ലീവ് എടുക്കുകയാണ് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് നിൽക്കുക എന്നല്ല. ഭാര്യ അസുഖ ബാധ്യതയായി കിടക്കുമ്പോൾ ഇന്ന് ഞാൻ പണിക്ക് പോകുന്നില്ല, നിനക്ക് പരിചരണത്തിന് നിൽക്കുകയാണ്. ആ ഒരു സന്ദേശം, ഒരു മഹത്തായ ഒരു സന്ദേശം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അവരോട് നമ്മൾ സലാം പറഞ്ഞിട്ടാണ് കയറേണ്ടതും തിരിച്ചിറങ്ങേണ്ടതും. അതേപോലെ തന്നെ മറ്റൊരു വലിയൊരു മേഖലയാണ് അവരുടെ ബന്ധുക്കളെ, അവരുടെ ഉപ്പമാരെ, ഉമ്മമാരെ രോഗിയായാൽ പോയി സന്ദർശിക്കുക, അവരെ ആദരിക്കുക, അവരുടെ ജ്യേഷ്ഠ അനുജന്മാരെ, സഹോദരി സഹോദരങ്ങളെ പുച്ഛിക്കാതിരിക്കുക, ബഹുമാനിക്കുക. ഇതൊരു മിനിമം ഒരു വിശ്വാസിയുടെ യോഗ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എപ്പോഴും അവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മേഖലയാണ്, കുഴപ്പങ്ങളിലേക്ക് വിട്ടുകൊടുക്കരുത്. എന്താ അങ്ങനെ പറഞ്ഞാൽ, നിരന്തരമായി ദീന് കേൾക്കാനുള്ള ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഭർത്താക്കന്മാരുടെ ഒരു കൂട്ടിയൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തടിയെയും നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കല്ലുകളും മനുഷ്യന്മാരുമാണ് കത്തിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുബ്ഹിന് പള്ളിയിലുണ്ട്, നമ്മൾ ക്ലാസ്സിനുണ്ട്, നമ്മൾ ഖുതുബക്കുണ്ട്. നമ്മുടെ നല്ല ഭാവി ഇവിടെ ഒന്നുമില്ല. ഭക്ഷണം നമുക്ക് വേണ്ടി, അവൾ വിശന്നിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ഊട്ടുന്നു.
അവളെ നരകത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും ആ ഒരു രൂപം നമ്മൾ ചിന്തിക്കരുത്. എന്തൊക്കെ നന്മയിൽ നമ്മളുണ്ടോ അതിലൊക്കെയും അവരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഇത്രയും സുന്ദരമായ ഒരു ഇടമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പെരുമാറ്റ വൈകൃതം കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വിശ്വാസികളാണ്, അതാവാൻ വേണ്ടി പണിയെടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട്, മാറാവ്യാധികളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ജ്യേഷ്ഠ അനുജന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അള്ളാഹുവേ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖദീൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.